രാജ്യത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ വൈകാതെ ലജ്ജിക്കേണ്ടി വരുമെന്ന വിവാദ പ്രസ്താവനയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാഷ്ട്രത്തിന്റെ സ്വത്വം നിലനിർത്തുന്നതിൽ ഭാഷകൾക്ക് പ്രാധാന്യമുണ്ട്. ഇന്ത്യയുടെ ഭാഷാ പൈതൃകം വീണ്ടെടുക്കാൻ സമയമായെന്നും കേന്ദ്രമന്ത്രി. ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നതിൽ ലജ്ജിക്കേണ്ട കാലം വിദൂരമല്ലെന്നും അമിത്ഷാ. मेरी बात ध्यान से सुनना. हम सब के जीवन में इस देश में अंग्रेजी बोलने वालों को शर्म आएगी, ऐसा समाज का निर्माण अब दूर नहीं. चीजों को वो ही कर पाते हैं जो करने की ठान लेते हैं. और मैं मानता हूं हमारे देश की भाषाएं हमारी संस्कृति का गहना है. हमारे देश की भाषाओं के बगैर हम भारतीय ही नहीं रहते हैं. हमारा देश, इसका इतिहास, इसकी संस्कृति, ये हमारा धर्म, इसको समझना है तो कोई विदेशी भाषा में नहीं समझा सकती. आधी अधूरी विदेशी भाषाओं से संपूर्ण भारत की कल्पना नहीं हो सकती. वो केवल और केवल भारतीयता से हो सकती है, भारतीय भाषा से हो सकती है. ശ്രീജിത്ത് ബാലകൃഷ്ണൻ നൽകും വിവരങ്ങൾ. ശ്രീജിത്ത്, വിവാദമെന്ന് മാത്രമല്ല അല്പം വിചിത്രമെന്ന് തോന്നുന്ന ഒരു പ്രതികരണമാണ് കേന്ദ്രമന്ത്രി നടത്തിയിരിക്കുന്നത്. ലോകത്ത് അത്രയേറെ പ്രചാരമുണ്ട് ഇംഗ്ലീഷ് ഭാഷയ്ക്ക്. നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ ദിനംപ്രതി ഉപയോഗിക്കുന്ന ഒരു ഭാഷ കൂടിയാണ്. നാളെ അത് ഉപയോഗിക്കുന്നതിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരുമെന്നൊരു പ്രസ്താവന കേന്ദ്രമന്ത്രി നടത്തുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞ പൂർണ്ണമായ കാര്യങ്ങൾ? അങ്ങനെ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവരും ശീലിക്കുന്നവരും ലജ്ജിക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ അരുണ്ണി പറഞ്ഞുകൂടെ തന്നെ വളരെ വിചിത്രമായൊരു സ്റ്റേറ്റ്മെൻറ്റാണത്. ഒരു IAS ഉദ്യോഗസ്ഥൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിലാണ് അദ്ദേഹം ഈ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്, ഈ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. വളരെ വിചിത്രമെന്ന് തന്നെ പറയണം. ഈ രാജ്യത്ത് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് ഉടൻ തന്നെ ലജ്ജ തോന്നേണ്ടി വരും എന്നാണ്. അത്തരമൊരു സമൂഹത്തിൻ്റെ സൃഷ്ടി വിദൂരമല്ലെന്ന് കൂടി അദ്ദേഹം പറയുകയാണ്. ഇന്ത്യയുടെ പ്രാദേശിക ഭാഷകളെല്ലാം ഇന്ത്യയുടെ രത്നങ്ങളാണ് എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷ് രത്നമല്ല. ഇംഗ്ലീഷ് ഭാഷ ശീലിക്കുന്നവർക്ക്, സംസാരിക്കുന്നവർക്ക്, പഠിക്കുന്നവർക്ക്, അത് ഉപയോഗിക്കുന്നവർക്കൊക്കെ ലജ്ജിക്കേണ്ടി വരും എന്ന പ്രസ്താവനയാണ്. നമ്മുടെ ഭാഷകളില്ലെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരായി തുടരില്ല. നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്കാരം, ചരിത്രം, നമ്മുടെ മതം എന്നിവ മനസ്സിലാക്കാൻ ഒരു വിദേശ ഭാഷയും ആവശ്യമില്ല, അത് മതിയാകില്ല. ഇന്ത്യയുടെ ഭാഷയും പൈതൃകവും വീണ്ടെടുക്കാനും മാതൃഭാഷകളിൽ അഭിമാനത്തോടെ ലോകത്തെ നയിക്കാനുമുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഈ ഹിന്ദി ഭാഷാ വിവാദം അല്ലെങ്കിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമുണ്ട് എന്നുള്ള ആരോപണങ്ങൾ, വിവാദങ്ങൾക്കിടെയാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്, ഒരു പ്രസ്താവന വരുന്നത്. ഒരുപക്ഷേ തമിഴ്നാട്ടിലടക്കം പല രൂപത്തിൽ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ രൂപത്തിൽ വരുമ്പോഴാണ് പ്രാദേശിക ഭാഷകൾ, ഇന്ത്യയുടെ പ്രാദേശിക ഭാഷകൾ ഇന്ത്യയുടെ രത്നങ്ങളാണ് എന്നൊരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. നേരെ മറിച്ച് അതേസമയം തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക്, ഇംഗ്ലീഷ് ശീലിക്കുന്നവർക്ക്, ഇംഗ്ലീഷ് പ്രയോഗിക്കുന്നവർക്ക്, ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് ഭാവിയിൽ ലജ്ജിക്കേണ്ടി വരും. അത്തരമൊരു സമൂഹത്തിൻ്റെ സൃഷ്ടി വിദൂരമല്ല എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അല്ലെങ്കിൽ പ്രസ്താവന കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം പ്രാദേശിക ഭാഷകളെ പല രൂപത്തിൽ അവഗണിക്കുമ്പോൾ, പലതരത്തിൽ തള്ളിപ്പറയുമ്പോൾ, പലതരത്തിൽ അവഗണിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പ്രാദേശിക ഭാഷകൾ ഇന്ത്യയുടെ രത്നങ്ങളാണ് എന്നൊരു പ്രസ്താവന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഒപ്പം തന്നെ ഹിന്ദി ഭാഷയെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. ഹിന്ദി ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. പ്രാദേശിക ഭാഷകൾക്കൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനൊരു പടി മുകളിലായി ഹിന്ദി ഭാഷയെ പ്രതിഷ്ഠിക്കാനും അദ്ദേഹം ഈ പ്രസംഗത്തിലൂടെ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഇംഗ്ലീഷ് ഭാഷയെ പരിപൂർണമായും മാറ്റി നിർത്താനും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവർക്കും അത് പഠിക്കുന്നവർക്കും അത് ഉപയോഗിക്കുന്നവർക്കും ഭാവിയിൽ ലജ്ജ തോന്നും എന്നൊരു പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. വളരെ വിചിത്രം എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ പല രൂപത്തിൽ ഹിന്ദി ഭാഷയുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകൾ, ഹിന്ദി ഭാഷ രാജ്യത്ത് പല രൂപത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ പാഠപുസ്തകങ്ങളിൽ, പഠനമാർഗ്ഗങ്ങളിലൊക്കെ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം നിലനിൽക്കുമ്പോഴാണ് ഇംഗ്ലീഷ് ഭാഷയ്ക്കെതിരെ ഒരു വിമർശനം വരുന്നത്. ഒപ്പം തന്നെ പ്രാദേശിക ഭാഷകളെ മറ്റൊരു തരത്തിൽ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പ്രാദേശിക ഭാഷകൾ ഇന്ത്യയുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ഒക്കെ നമ്മൾക്ക് മനസ്സിലാക്കാനും പഠിക്കാനും സഹായിക്കുന്നതാണ് നമ്മുടെ പ്രാദേശിക ഭാഷകൾ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അരുണ്യ, എന്താണ് അമിത്ഷാ ഈ പ്രസ്താവന കൊണ്ട് ഉദ്ദേശിച്ചതെന്നാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം. ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന സമൂഹം നാളെ ലജ്ജിക്കേണ്ടി വരുമെന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് അമിത്ഷാ നടത്തിയിരിക്കുന്നത്. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.